121 മുട്ടകളിൽ നിന്നാണ് 103 വിരിയിച്ചെടുക്കാനായത്. കടലാമ കുഞ്ഞുങ്ങൾ വളർച്ചയെത്താൻ 2 മാസമെടുത്തു. തീരപഠന സംരക്ഷണ പ്രവർത്തന സമിതിയായ നെയ്തലും നാട്ടുകാരും പ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകി. മത്സ്യത്തൊഴിലാളികളും തദ്ദേശീയരുമാണ് കടപ്പുറത്ത് നിന്ന് മുട്ടകൾ ശേഖരിച്ചത്. സന്നദ്ധ പ്രവർത്തകർ അവ വിരിയിക്കാനായി മാറ്റിവെച്ചു. സാധാരണഗതിയിൽ 40-60 ദിവസത്തിനുള്ളിൽ 7 ദിവസം പണികൾ. അത് ചൂടാണ് ഇതിൻ്റെ പ്രശ്നം. അവൻ ചില സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ദിവസം ഇത് വിരിയുന്നതിന് വൈകിയെടുക്കുകയൊക്കെ ചെയ്യും. മാത്രമല്ല നമ്മൾ ഇതെങ്ങനെ മുട്ട കളക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേലിയിറക്ക സമയങ്ങളിൽ രാത്രി ആ വേലിയേറ്റത്തിൻ്റെയും വേലിയിറക്കത്തിൻ്റെയും ഒരു ഇത് നോക്കിയിട്ട് രാത്രി തീരത്തു കൂടി നടന്ന് മുട്ടകൾ ശേഖരിച്ച് എങ്ങനെയാണ് ആമ മുട്ട കുഴി ഉണ്ടാക്കിയിരിക്കുന്നത്, മുട്ടയിടാൻ വേണ്ടി കുഴി ഉണ്ടാക്കുന്നത് അതേ വലിപ്പത്തിലും അതേ രൂപത്തിലുള്ള കുഴികളുണ്ടാക്കി അതിൽ ഈ ആമ മുട്ടകളൊക്കെ വെച്ച് സൂര്യപ്രകാശത്തിലാണ് ഈ ആമകൾ മുഴുവനും വിരിഞ്ഞിറങ്ങുന്നത്. വർഷമായി നെയ്തൽ കടലാമ സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയിട്ട് ഇതിനകം 35,000 കടലാമ കുഞ്ഞുങ്ങളെ വിരിയിച്ചു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് കടലാമകൾ തീരത്ത് മുട്ടയിടാനെത്തുന്നത്. മുട്ടകൾ ഭക്ഷ്യാവശ്യത്തിന് ഉപയോഗിക്കുകയായിരുന്നു മുൻകാലങ്ങളിലെ രീതി. കടലാമ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താനായതോടെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ആളുകൾ പിന്നോട്ടു പോയി. വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും അടങ്ങുന്ന വലിയ പൗരാവലിയാണ് കടലാമ കുഞ്ഞുങ്ങളെ യാത്രയാക്കിയത്. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.